നാരായണ 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 നാരായണ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സൂതൻ അതേവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശൗനകാദി മഹർഷിമാരെ ചുരുക്കി പറഞ്ഞു കേൾപ്പിച്ചു. ഒടുക്കം അദ്ദേഹം പറഞ്ഞു, പതിതസ്ഖലിതശ്ചാർത്ത. ഒരാൾ ആർത്തനാവുക, കാലിടറിപ്പോവുക, വീഴ്ച വരിക, ആ സമയങ്ങളിലെല്ലാം ഭഗവാനെ വേണ്ട പോലെ വിളിക്കുക, ഹരയേ നമഃ എന്ന് മനസ്സുകൊണ്ട് സങ്കല്പിച്ച് നമസ്കരിക്കുക. എന്നാൽ തന്നെ പാപങ്ങളിൽ നിന്നെല്ലാം മുക്തനായി തീരും എന്ന്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്ന ഈ ഭഗവത് കഥകളുണ്ടല്ലോ, ഇത് എത്രത്തോളം ഒരുവന്റെ ഉള്ളിൽ എത്തുന്നു അത്രയും അവന്റെ അജ്ഞാനവും പാപവും തന്നെ താൻ നീക്കപ്പെടും. കാറ്റ് വീശിയാൽ ആകാശത്തിലെ മഴക്കാറെല്ലാം പോവും, സൂര്യൻ പ്രകാശിക്കും. ഇതുപോലെ ഭഗവത് ഭക്തിയുടെ കാറ്റ് ഹൃദയത്തിലൊന്നങ്ങോട്ട് വീശിയാൽ അവിടെ ഉള്ള അജ്ഞാനത്തിന്റെ ദുഃഖത്തിന്റെ ഇരുട്ട് മുഴുവനും തന്നെ താൻ പോയിക്കോളും. ഈ ഭഗവാനെപ്പറ്റി വേണം എല്ലാ സമയത്തും പറയാൻ. ഇതര വിഷയങ്ങളെക്കുറിച്ച് എത്ര നല്ല ഭാഷയിൽ പറഞ്ഞിട്ട് എന്താ കാര്യം? നല്ല സാഹിത്യ ഭംഗിയുണ്ട്, നല്ല അലങ്കാര ഭംഗിയുണ്ട്, നല്ല ചമൽക്കാരമുണ്ട്. അത്തരം ഭാഷകളെ കൊണ്ട് പല പല വിഷയങ്ങളെക്കുറിച്ച് പറയാം. പക്ഷേ അതുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല. നേരെ മറിച്ച് ഭഗവാനെക്കുറിച്ചാണ് ആരും ഏത് സമയത്തും പറയേണ്ടത്. ഭഗവാനെക്കുറിച്ച് പറയുമ്പോൾ നല്ല ഭാഷയിലേ പറയാവൂ എന്ന് നിർബന്ധമൊന്നുമില്ല. വാചകങ്ങൾ ചിലപ്പോൾ ഒടിഞ്ഞുപോയി എന്ന് വരാം, വാക്കുകൾ ചിലപ്പോൾ ചതഞ്ഞുപോയി എന്ന് വരാം, അക്ഷരങ്ങൾ ചിലപ്പോൾ ഞെരിഞ്ഞുപോയി എന്ന് വരാം. അതുകൊണ്ടൊന്നും ദോഷമൊന്നുമില്ല. എങ്ങനെ പറയുന്നു എന്നതല്ല പ്രധാനം, ഏത് വിഷയത്തിനെക്കുറിച്ച് പറയുന്നു എന്നത് തന്നെയാണ് പ്രധാനം. ഭഗവാനെക്കുറിച്ച് തന്നെ വേണം സംസാരിക്കാൻ. ഇതര വിഷയങ്ങളെക്കുറിച്ച് പറയണത് അത് എത്ര നല്ല ഭാഷയിലായാലും ശരി, അത് മൃഷാഗിരഹ, അത് വെറും വൃഥാജൽപ്പനം മാത്രമേ ആവുള്ളൂ. എത്രത്തോളം ഭഗവാനെക്കുറിച്ച് പറയുന്നു, എത്രത്തോളം ഭഗവാനെക്കുറിച്ച് കേൾക്കുന്നു, അത്രയും ഭഗവത് സ്മരണ സാധ്യമാവും. അതാണ് ജീവിതത്തിലെ ഏറ്റവും വലുതും. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്ന ഈ ഭഗവത് കഥകൾ, ഭാഗവതം ഉണ്ടല്ലോ, ഇത് പണ്ട് ഗംഗാനദീ തീരത്ത് പരീക്ഷിത് മഹാരാജാവ് പ്രായോപവേശം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പരമാചാര്യനായ ശ്രീശുക മഹർഷി അവിടെ വന്ന് ഉപദേശിച്ചതാണ്. അന്ന് ആ പരീക്ഷത്തിനോടൊപ്പം ശ്രോതാക്കളായിട്ട് എത്രയോ മഹർഷിമാർ അവിടെ ഉണ്ടായിരുന്നു. കൂട്ടത്തിൽ ഹേ മഹർഷിമാരെ, ഞാനും അവിടെ ഉണ്ടായിരുന്നു. ശ്രീശുകൻ പറഞ്ഞത് മുഴുവനും ഞാൻ കേട്ടു എന്ന് വെച്ചാലും മുഴുവനും മനസ്സിലായി എന്ന അഭിമാനം എനിക്കില്ല. എനിക്ക് മനസ്സിലായത് തന്നെ നിങ്ങൾക്ക് വേണ്ട പോലെ ഞാൻ പറഞ്ഞു തന്നുവോ? അതും സംശയമാണ്. എന്നാലും എനിക്ക് മനസ്സിലായത് എൻ്റെ കഴിവനുസരിച്ച് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നു എന്ന് മാത്രം. ഇപ്പം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്ന ഈ ഭാഗവതം, ഇത് ഇന്ന ദിവസമേ വായിക്കാവൂ, ഇന്ന ദിവസമേ കേൾക്കാവൂ എന്നില്ല. എന്നാലും ദ്വാദശ്യാം ഏകാദശ്യാം വാ, ദ്വാദശി ഏകാദശി തുടങ്ങിയ ദിവസങ്ങളിലാണ് ഇത് വായിക്കുന്നത് എങ്കിൽ, കേൾക്കുന്നത് എങ്കിൽ അതിന് വിശേഷാൽ ഫലമുണ്ട്. ഇന്ന സ്ഥലത്തിരുന്നേ വായിക്കാവൂ കേൾക്കാവൂ എന്നുമില്ല. എന്നാലും പുഷ്കരം, മധുര, ദ്വാരക തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളിലിരുന്നാണ് ഇത് വായിക്കുകയോ കേൾക്കുകയോ ചെയ്യണതെങ്കിൽ അതിനും വിശേഷാൽ ഫലമുണ്ട്. ആരാണോ ഈ ശ്രീമദ് ഭാഗവതം വേണ്ട പോലെ ഉൾക്കൊള്ളണത്, അവനെ ദേവന്മാര്, മഹർഷിമാര്, സിദ്ധന്മാര്, പിതൃക്കള് എല്ലാവരും നല്ലപോലെ അനുഗ്രഹിക്കും. ഇത് ഇന്ന ആൾക്ക് വായിക്കാം അങ്ങനെയില്ല. എല്ലാ മനുഷ്യർക്കും, മനുഷ്യരായ മനുഷ്യർക്കൊക്കെ, ബാലനോ വൃദ്ധനോ യുവാവോ യുവതിയോ ആരുമാവട്ടെ, ആർക്കും ഏത് സമയത്തും വായിക്കാവുന്നതാണ്, വായിക്കേണ്ടതുമാണ്. സദാസേവ്യ സദാസേവ്യ ശ്രീമദ് ഭാഗവതി കഥ. എല്ലാ സമയത്തും, രാത്രിയോ പകലോ ഇന്ന സമയത്ത് അങ്ങനെയൊന്നുമില്ല. ഏത് സമയത്തും ഭാഗവതം വായിക്കാം. എല്ലാ സമയത്തും വേണ്ടതാണ്. എല്ലാ സമയത്തും പറ്റിയില്ലെങ്കിൽ സൗകര്യം കിട്ടുന്ന സമയത്ത് ഭാഗവതം വായിക്കുക, ഭാഗവതം കേൾക്കുക, ഭഗവാന്റെ തിരുനാമങ്ങൾ പാടുക. എത്രത്തോളം ഇത് ആവർത്തിച്ച് ചെയ്യുന്നു അത്രയും അവന്റെ കലിമാലിന്യം തന്നെ താൻ നീങ്ങിക്കൊണ്ടേയിരിക്കും. അന്ന് തക്ഷകനിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പരീക്ഷിത് മഹാരാജാവിനെ ശ്രീശുകൻ ഭാഗവതം മുഴുവനും കേൾപ്പിക്കേണ്ടായത്. ആ ശ്രീശുകനെ, ഹേ മഹർഷിമാരെ, നമുക്ക് നമസ്കരിക്കാം എന്ന് സൂതൻ പറയുമ്പോൾ, സൂതൻ മാത്രമല്ല ശൗനകാദികളായ എല്ലാ മഹർഷിമാരും ശ്രീശുകന്റെ മുമ്പിൽ നമസ്കരിച്ചു. നമുക്കും ശ്രീശുകന്റെ മുമ്പിൽ മനസ്സുകൊണ്ട് നമസ്കരിക്കാം. ഇപ്പോൾ ചുരുക്കി പറയൽ കഴിഞ്ഞു സൂതന്റെ വക. ഒരു യജ്ഞം കഴിയുമ്പോൾ മംഗളം പാടുക, അങ്ങനെയാണല്ലോ സാധാരണ പതിവ്. സൂതൻ അവസാനമായിട്ട് ശൗനകാദി മഹർഷിമാരുടെ മുമ്പിൽ മംഗളം പാടി. അതാണ് അടുത്ത അധ്യായം. സൂത ഉവാച
യം ബ്രഹ്മാവരുടേന്ദ്രരുദ്രമരുതസ്തുന്വന്തി ദിവ്യൈസ്തവൈർവേദൈः സാംഗപദക്രമോപനിഷദൈർ ഗായന്തി യം സാമഗാഃ ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ ദേവായ തസ്മൈ നമഃ. പൃഷ്ഠേ ഭ്രാമ്യതമന്ദമന്ദരഗിരിഗ്രാവഗ്രകണ്ഡൂയനാന്നിദ്രാലോः കമഠാകൃതേർഭഗവതഃ ശ്വാസാനിലാഃ പാന്തു വ യൽ സംസ്കാരകലാനുവർത്തനവശാൽ വേലാനിഭേനംഭസാം യാതായാതമതന്ത്രിതം ജലനിധേർ നാദ്യാപി വിശ്രമ്യതി. പുരാണസംഖ്യാസംഭൂതിം അസ്യ വാച്യപ്രയോജനെ ദാനം ദാനസ്യ മാഹാത്മ്യം പാഠാദേശ്ച നിബോധത. ബ്രാഹ്മം ദശസഹസ്രാണി പാത്മം പഞ്ചോനഷഷ്ടി ച ശ്രീവൈഷ്ണവം ത്രയോവിംശൽ ചതുർവിംശതിശൈവകം ദശാഷ്ടൗ ശ്രീഭാഗവതം നാരദം പഞ്ചവിംശതി മാർക്കണ്ഡം നവവഹ്നം ച ദശപഞ്ചചതുശ്ശതം ചതുർദശ ഭവിഷ്യം സ്യാൽ തഥാ പഞ്ചശതാനി ച ദശാഷ്ടൗ ബ്രഹ്മവൈവർത്തം ലിംഗമേകാദശൈവതു ചതുർവിംശതിവാരാഹം ഏകാശീതിസഹസ്രകം സ്കാന്ദം ശതം തഥാ ചൈകം വാമനം ദശകീർത്തിതം കൗർമം സപ്തദശാഖ്യാതം മാത്സ്യം തത്തു ചതുർദശ ഏകോനവിംശൽ സൗവർണം ബ്രഹ്മാണ്ഡം ദ്വാദശൈവതു ഏവം പുരാണസന്തോഹസ് ചതുർലക്ഷ ഉദാഹൃത തത്രാഷ്ടാദശസാഹസ്രം ശ്രീഭാഗവതമിഷ്യതേ. ഇദം ഭഗവതാ പൂർവം ബ്രഹ്മണേ നാഭിപങ്കജേ സ്ഥിതായ ഭവഭീതായ കാരുണ്യാൽ സംപ്രകാശിതം ആദിമധ്യാവസാനേഷു വൈരാഗ്യാഖ്യാനസംയുതം ഹരിലീലാകഥാവ്രാതാമൃതാനന്ദിതസൽസുരം സർവവേദാന്തസാരം യൽ ബ്രഹ്മാത്മൈകത്വലക്ഷണം വസ്ത്വദ്വിതീയം തന്നിഷ്ഠം കൈവല്യൈകപ്രയോജനം പ്രൗഷ്ഠവദ്യാം പൗർണമാസ്യാം ഹേമസിംഹസമന്വിതം ദദാതി യോ ഭാഗവതം സയാതി പരമാം ഗതിം രാജന്തേ താവദന്യാനി പുരാണാനി സതാം ഗണേ യാവന്ന ദൃശ്യത്തെ സാക്ഷാൽ ശ്രീമദ്ഭാഗവതം പരം സർവവേദാന്തസാരം ഹി ശ്രീഭാഗവതമിഷ്യത്തെ തദ്രസാമൃതതൃപ്തസ്യ നാന്യത്ര സ്യാദ്രതിഃ ക്വചിൽ നിമ്നഗാനൈ യഥാ ഗംഗാ ദേവാനാമച്യുതോ യഥാ വൈഷ്ണവാനാം യഥാ ശംഭു പുരാണാനാമിദം തഥാ ക്ഷേത്രാണാം ചൈവ സർവേഷാം യഥാ കാശീ ഹ്യനുത്തമാ തഥാ പുരാണവ്രാതാനാം ശ്രീമദ്ഭാഗവതം ദ്വിജാഃ. ശ്രീമദ്ഭാഗവതം പുരാണമമലം യദ്വൈഷ്ണവാനാം പ്രിയം യസ്മിൻ പാരമഹംസ്യമേകമമലം ജ്ഞാനം പരം ഗീയതേ. തത്ര ജ്ഞാനവിരാഗഭക്തിസഹിതം നൈഷ്കർമ്മ്യമാഹവിഷ്കൃതം തച്ഛൃണ്വൻ വിപഠൻ വിചാരണപരോ ഭക്ത്യാ വിമുച്യേന്നര. കസ്മൈ യേന വിഭാസിതോയമതുലോ ജ്ഞാനപ്രദീപഃ പുരാ തദ്രൂപേണ ച നാരദായ മുനയേ കൃഷ്ണായ തദ്രൂപിണ യോഗീന്ദ്രായ തദാത്മനാഥ ഭഗവദ്രാതായ കാരുണ്യത തച്ഛുദ്ധം വിമലം വിശോകമമൃതം സത്യം പരം ധീമഹി. നമസ്തസ്മൈ ഭഗവതേ വാസുദേവായ സാക്ഷിണേ യൈദം കൃപയാ കസ്മൈ വ്യാജചക്ഷേ മുമുക്ഷവേ. യോഗീന്ദ്രായ നമസ്തസ്മൈ ശുകായ ബ്രഹ്മരൂപിണേ സംസാരസർപ്പദഷ്ടയ്യോ വിഷ്ണുരാതമമൂഹുൽ. ഭവേ ഭവേ യഥാ ഭക്തി പാദയോസ്തവ ജായതേ തഥാ കുരുഷ്വദേവേശ നാഥസ്ത്വം നോ യതഃ പ്രഭോ. നാമസങ്കീർത്തനൈ യസ്യ സർവപാപപ്രണാശനം പ്രണാമോ ദുഃഖശമനഃ തം നമാമി ഹരിം പരം. സൂതൻ ശൗനകാദി മഹർഷിമാരുടെ മുമ്പിൽ മംഗളം പാടിയതാണ് ഈ അധ്യായം എന്ന് പറഞ്ഞല്ലോ. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ. ബ്രഹ്മാവ്, ഇന്ദ്രൻ തുടങ്ങിയിട്ടുള്ള ദേവന്മാരൊക്കെ ഏതൊരു ഭഗവാനെയാണോ വന്ദിക്കാറുള്ളത് ആ ഭഗവാന് ഇതാ നമസ്കാരം നമസ്കാരം. ഈ ഭഗവാനാണ് പാലാഴിമഥനവേളയിൽ കൂർമ്മമായി അവതരിച്ചത്. ആ പാലാഴിയിൽ കിടന്നുകൊണ്ട് കൂർമ്മമൂർത്തിയായ ഭഗവാൻ അന്ന് ശ്വാസോച്ഛ്വാസം ചെയ്തു. അന്ന് ആ ശ്വാസവേഗം മൂലം പാലാഴിയിൽ തിരമാലകളുണ്ടായി. പിന്നാലെ പിന്നാലെ എല്ലാ സമുദ്രങ്ങളിലും തിരമാലകളുണ്ടായി. ഇന്നും അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെ യുഗാന്തരങ്ങളോളം എല്ലാ സമുദ്രങ്ങളിലും തിരമാലകൾ ഉയർത്തുമാറ് അന്ന് പാലാഴിയിൽ കിടന്ന് ശ്വാസോച്ഛ്വാസം ചെയ്ത കൂർമ്മമൂർത്തിയുടെ മാഹാത്മ്യം ഹേ മഹർഷിമാരെ
ലോകത്തിൽ ആർക്കെങ്കിലും വർണ്ണിക്കാൻ പറ്റുമോ? ഇല്ല എന്ന് തീർച്ച. എന്നാലും വേദവ്യാസ മഹർഷി ഏതാനും പുരാണങ്ങളിലൂടെ ആ ഭഗവാന്റെ മാഹാത്മ്യമാണ് വർണ്ണിച്ചിട്ടുള്ളത്. ശ്രീമദ് ഭാഗവതം ഉണ്ടാകുന്നത് വരെയാണ് മറ്റ് പുരാണങ്ങൾക്ക് പ്രാധാന്യം. ശ്രീമദ് ഭാഗവതം ഉണ്ടായതോടുകൂടി മറ്റ് പുരാണങ്ങൾക്ക് പ്രാധാന്യം കുറഞ്ഞു. ഈ ശ്രീമദ് ഭാഗവതം സർവവേദാന്തസാരം ആണ്, എല്ലാ വേദാന്തങ്ങളുടെയും സാരം. എന്താണ് വേദാന്തം എന്ന് പറഞ്ഞാൽ? വേദത്തിന് 4 ഘട്ടങ്ങളുണ്ട് എന്ന് പറയാം. ആദ്യം സംഹിത. സംഹിതയുടെ വിശദീകരണമാണ് ബ്രാഹ്മണങ്ങൾ. ബ്രാഹ്മണങ്ങൾക്കും ഉപരിയായിട്ടുള്ള ഭാഗമാണ് ആരണ്യകങ്ങൾ. ആരണ്യകങ്ങളുടെ അവസാന ഭാഗങ്ങളെയാണ് ഉപനിഷത്തുകൾ എന്ന് പറയാം. ഈ ഉപനിഷത്തുകളെയാണ് വേദാന്തം എന്ന് പറയാറുള്ളത്. വേദത്തിന്റെ അന്തം, അവസാന ഭാഗം എന്നർത്ഥത്തിൽ. ആ നിലയ്ക്ക് വേദാന്തം ഉപനിഷത്ത്, ആ ഉപനിഷത്തിന്റെ സാരമാണ് ഈ ശ്രീമദ് ഭാഗവതം. അതുമാത്രമല്ല, വേദം എന്ന് പറഞ്ഞാൽ ഋഗ്വേദവും യജുർവേദവും മാത്രമല്ല, വേദം നല്ല അറിവ് എന്നർത്ഥം. എല്ലാ അറിവിന്റെയും അവസാനം എന്ന് വെച്ചാൽ ദി ലാസ്റ്റ് കൺക്ലൂഷൻ ഓഫ് ഓൾ ബ്രാഞ്ചസ് ഓഫ് നോളജ്. അതാണ് വേദാന്തം എന്ന് പറഞ്ഞാൽ. അതിൻ്റെയും കൂടി സാരമായിട്ടുള്ളതാണ് ഈ ശ്രീമദ് ഭാഗവതം എന്ന് ചുരുക്കം. ഇത് വൈഷ്ണവന്മാർക്ക് അത്യധികം പ്രിയങ്കരമായിട്ടുള്ളതാണ്. ഈ ശ്രീമദ് ഭാഗവതത്തിൽ ആരെക്കുറിച്ചാണ് വർണ്ണിച്ചിട്ടുള്ളത്? സത്യസ്വരൂപനായ പരമേശ്വരനെ കുറിച്ച്. ആ സത്യസ്വരൂപനായ പരമേശ്വരനെ നമ്മളെല്ലാവരും ധ്യാനിക്കണം. ഈ ശ്രീമദ് ഭാഗവതം പണ്ട് ശ്രീശുകൻ പരീക്ഷത്തിന് ഉപദേശിച്ചു കൊടുത്തത് ഏത് ഉദ്ദേശത്തോടു കൂടിയിട്ടാണ്? തക്ഷകനിൽ നിന്ന് അദ്ദേഹത്തിനെ രക്ഷിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി. ശ്രീമദ് ഭാഗവതം ആരെല്ലാം എടുത്തു വായിക്കുന്നു, ശ്രീമദ് ഭാഗവതം ആരെല്ലാം കേൾക്കുന്നു, ആരെല്ലാം വേണ്ട പോലെ ഉൾക്കൊള്ളുന്നു, അവരെല്ലാവരും സംസാരമാകുന്ന തക്ഷകനിൽ നിന്ന് രക്ഷപ്പെടും എന്ന കാര്യം തീർച്ചയാണ്. ഈ ജന്മത്തിൽ എങ്ങനെയോ അല്പം ഭഗവത്പാദഭക്തിയുണ്ടായി ഇതോടുകൂടി ജന്മം അവസാനിച്ചു എന്ന് കരുതണ്ട. ഇനിയും ഒരു പക്ഷേ ജനിച്ചു എന്ന് വരാം. ഇനി ഉണ്ടാവാൻ പോകുന്ന എല്ലാ ജന്മങ്ങളിലും സർവേശ്വരപാദഭക്തി ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കാം. ഭക്തിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയോടുകൂടിയിട്ടാണ് ശ്രീമദ് ഭാഗവതം അവസാനിക്കുന്നത്. ഭവേ ഭവേ യഥാ ഭക്തി പാദയോസ്തവ ജായതേ തഥാ കുരുഷ്വ ദേവേശ നാഥസ്ത്വം നോ യദഃ പ്രഭോ നാമസങ്കീർത്തനൈ യസ്യ സർവപാപപ്രണാശനം പ്രണാമോ ദുഃഖശമനഃ തം നമാമി ഹരിം പരം. ഭവേ ഭവേ യഥാ ഭക്തി പാദയോസ്തവ ജായതേ തഥാ കുരുഷ്വ ദേവേശ നാഥസ്ത്വം നോ യദഃ പ്രഭോ നാമസങ്കീർത്തനൈ യസ്യ സർവപാപപ്രണാശനം പ്രണാമോ ദുഃഖശമനഃ തം നമാമി ഹരിം പരം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ വൈയാസക്യാം അഷ്ടാദശസാഹസ്ര്യാം പാരമഹംസ്യാം സംഹിതായാം ദ്വാദശസ്കന്ധേ ത്രയോദശോऽധ്യായ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എന്തു പറഞ്ഞുകൊണ്ടാണോ ശ്രീമദ് ഭാഗവതം ആരംഭിച്ചത് അത് തന്നെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടാണ് അവസാനിപ്പിക്കുന്നത്. ഭാഗവതത്തിൽ ആദ്യത്തെ വാക്യം ഏതാണ്? ജന്മാദ്യസ്യ യതഃ എന്നാണ്. ഈ ജന്മാദ്യസ്യ യതഃ എന്നത് ഒരു വേദാന്ത സൂത്രം ആണ്. വേദാന്ത സൂത്രത്തോടു കൂടിയിട്ടാണ് ഭാഗവതം ആരംഭിക്കുന്നത്. ഒടുവിൽ പറഞ്ഞു സർവവേദാന്ത സാരമാണ് ഈ ശ്രീമദ് ഭാഗവതം എന്ന്. ആദ്യത്തെ ശ്ലോകത്തിലുണ്ട് സത്യസ്വരൂപനായ പരമേശ്വരനെ നമ്മളെല്ലാവരും ധ്യാനിക്കണം. സത്യം പരം ധീമഹി എന്ന 3 പദങ്ങൾ. അവസാനിക്കുന്നതിന് തൊട്ട് 2-3 ശ്ലോകം മുമ്പ് ഇതേ പദങ്ങൾ തന്നെ ആവർത്തിച്ച് കാണാം, സത്യം പരം ധീമഹി എന്ന്. രണ്ടാമത്തെ ശ്ലോകത്തിൽ കാണാം ഭാഗവതം വേണ്ട പോലെ ഉൾക്കൊണ്ടാൽ 3 തരം ദുഃഖങ്ങളും ഒഴിവാക്കാം, താപത്രയോന്മൂലനം സാധിക്കാം എന്ന്. ഏറ്റവും ഒടുവിൽ പറഞ്ഞതെന്താ? പ്രണാമോ ദുഃഖശമന. ഭഗവാന്റെ മുമ്പിൽ നമസ്കരിച്ചാൽ ദുഃഖങ്ങളെല്ലാം തീരും എന്ന്. അപ്പോൾ ആദ്യത്തിൽ എന്തു പറഞ്ഞു അത് തന്നെയാണ് അവസാനത്തിലും പറയണത്. ഉപക്രമത്തിലും ഉപസംഹാരത്തിലും ഒരേ കാര്യം തന്നെയാണ് പറയണത് എങ്കിൽ തീർച്ചയാക്കാം ഇതേവരെ പറഞ്ഞുകൊണ്ടിരുന്നതും ഈ കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു എന്ന്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു കാര്യവും കൂടി ഊഹിക്കാം. ഏത് കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്? ദുഃഖം തീർക്കണ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എങ്കിൽ ആർക്ക് വേണ്ടിയാവും വേദവ്യാസ മഹർഷി ഈ ഗ്രന്ഥം എഴുതിയിട്ടുണ്ടാവുക? ദുഃഖിതന്മാർക്ക് വേണ്ടി. തീർച്ചയാണല്ലോ, ദുഃഖം തീർക്കണ കാര്യമല്ലേ ഇതേവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ദുഃഖിതന്മാർക്ക് വേണ്ടിയാണ് വേദവ്യാസ മഹർഷി ഇതെഴുതിയത്. ആരാണ് ദുഃഖിതന്മാർ?
വേദവ്യാസ മഹർഷിയോ ശ്രീശുകനോ അതോ ശ്രീനാരദനോ മൈത്രേയ മഹർഷിയോ നവയോഗികളോ ഇവരാരുമല്ല ദുഃഖിതന്മാർ. പിന്നെയോ ഈ നമ്മളൊക്കെയാണ് ദുഃഖിതന്മാർ. ഭാവിയിൽ കലിയുഗ മനുഷ്യരെല്ലാം ദുഃഖിതന്മാരായി തീരും എന്ന് മുൻകൂട്ടി കണ്ടറിഞ്ഞ് വേദവ്യാസ മഹർഷി അവരെ മുഴുവനും ദുഃഖത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി കാരുണ്യപൂർവ്വം നിബന്ധിച്ചതാണ് ഈ ശ്രീമദ് ഭാഗവതം. ഇത് രചിക്കുക കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വളരെ കൃതാർത്ഥത തോന്നി. അദ്ദേഹത്തിന്റെ പിന്നാലെ ഇത് ആരെല്ലാം വായിച്ചു, ആരെല്ലാം കേട്ടു, അവർക്കെല്ലാം കൃതാർത്ഥത തോന്നി. നമ്മളും ഭഗവാന്റെ സന്നിധിയിലിരുന്ന് ഇത് വായിച്ചു, ഇത് കേട്ടു. വായിച്ചത് വേണ്ട പോലെയായോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തീർച്ചയായിട്ടും പറയാം. വായിക്കേണ്ട വിധത്തിലായിട്ടില്ല വായിക്കല്. ഇതിലത്തെ വിഷയങ്ങൾ ചിലതൊക്കെ പറഞ്ഞു, പറയേണ്ട വിധത്തിൽ പറഞ്ഞു എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അല്ലെങ്കിലും ഒരു വക്താവിന് 3 തരം ദോഷം ഇല്ലാതെ വരില്ല. ഒന്ന് അത്യുക്തി, വേണ്ടതിലേറെ പറയുക എന്നത്. മറ്റൊന്ന് ന്യൂനോക്തി, പറയേണ്ടത് പറയാതിരിക്കുക എന്നത്. ഇനിയൊന്ന് അന്യഥോക്തി, ഒന്ന് പറയാൻ ഉദ്ദേശിച്ച് അത് മറ്റൊരു തരത്തിലായി പോവുക എന്നത്. ആവകദോഷങ്ങളൊക്കെ ഇവിടുത്തെ വക്താവിനും പറ്റിയിട്ടില്ലേ? പറ്റിയിട്ടുണ്ട് എന്നത് തീർച്ച. അപ്പോൾ വായിച്ചത് അങ്ങനെ, പറഞ്ഞത് ഇങ്ങനെ, കേട്ടത് വേണ്ട പോലെയായോ എന്നാണ് ഇനിയിപ്പോൾ അടുത്ത ആലോചന. ശ്രീശുകൻ പരീക്ഷത്തിന് പറഞ്ഞു കൊടുത്ത സമയത്ത് അദ്ദേഹം അതീവ ശ്രദ്ധയോടെ കേട്ടിരുന്നു. അതുപോലെ കേട്ടിരുന്നു എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. ശൗനകാദി മഹർഷിമാര് സൂതന്റെ മുഖത്ത് നോക്കി ശ്രദ്ധയോടെ കേട്ടിരുന്നത് പോലെ കേട്ടിരുന്നു എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. വിതുരൻ മൈത്രേയ മഹർഷിയിൽ നിന്ന് കേട്ടതുപോലെ കേട്ടു എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. പിന്നെ കേട്ടു, വായിച്ചു, പറഞ്ഞു, കേട്ടു. ഒന്നും വേണ്ട പോലെ ആയില്ല. വേണ്ട പോലെ ആയില്ല എന്നതുകൊണ്ട് ഭഗവാൻ പ്രസാദിക്കില്ല എന്ന് ധരിക്കേണ്ടതില്ല. ഈ അക്ഷരം പുറപ്പെടാതെ കണ്ട് കുട്ടികൾ സംസാരിക്കുന്നത് കേട്ടാൽ അച്ഛനും അമ്മയും ദേഷ്യപ്പെടാറില്ല. അങ്ങനെ സംസാരിച്ച് കേട്ടാൽ അതും അവർക്ക് സന്തോഷമാണ്. ഇതുപോലെ നമ്മൾ അറിവില്ലാത്ത വിധത്തിൽ വായിച്ചു, പറ്റാത്ത പോലെയൊക്കെ പറഞ്ഞു, പിന്നെ സൗകര്യമില്ലാത്ത വിധത്തിൽ ഒരു ഉദാസീന മട്ടിൽ കേട്ടു. ഇവിടെ വായിച്ചതും പറഞ്ഞതും കേട്ടതും എല്ലാം ഭഗവാന്റെ സന്തോഷത്തിനായിട്ട് വരണേ എന്ന് പ്രാർത്ഥിക്കുക. മേൽപ്പത്തൂർ ഏറ്റവും ഒടുവിൽ ഗുരുവായൂരിനോട് പ്രാർത്ഥിച്ചത് അതാണ്. എല്ലാം ത്വൽപ്രസാദായ ഭൂയാൽ എന്ന്. ഇതുപോലെ നമുക്കും ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കാം, ഈ രവിപുരത്തപ്പനോട് പ്രാർത്ഥിക്കാം, ചോറ്റാനിക്കരമ്മയോട് പ്രാർത്ഥിക്കാം. എല്ലാവരും വേണ്ട പോലെ പ്രസാദിക്കട്ടെ. ആചാര്യന്മാരെല്ലാവരും വേണ്ട പോലെ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഏറ്റവും ഒടുവിൽ ദുഃഖം തീർക്കണ കാര്യം പറഞ്ഞുല്ലോ. നമ്മുടെ മാത്രം ദുഃഖം തീർന്നാൽ മതിയോ? ആലോചിച്ച് നോക്കൂ. ഈ ലോകത്തിൽ ഏതെല്ലാം ദുഃഖിതന്മാരാണ്. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ പത്രദ്വാര മനസ്സിലാക്കാറുണ്ട്. ലോകത്തിൽ അടുത്ത നിമിഷത്തിൽ എന്താണ് സംഭവിക്കുക എന്ന് മുൻകൂട്ടി പറയാൻ പറ്റില്ല. അത്രയും ഭീകരമായ സംഭവങ്ങളാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. കുടിക്കാൻ വെള്ളമില്ലാതെ കണ്ട് ദാഹിച്ച് വലയുന്ന ആളുകൾ ഓരോ പ്രദേശത്ത്. ആഹാരം കഴിക്കാൻ പാകില്ലാതെ കണ്ട് വിശന്ന് നരകിച്ച് കഴിയുന്ന ആളുകൾ, മഹാരോഗം ബാധിച്ചിട്ടുള്ള ആളുകൾ, ഭർത്താവിനാൽ മോചിക്കപ്പെട്ടിട്ടുള്ള ആളുകൾ, കുട്ടികൾക്ക് വേണ്ട പോലെ ആഹാരം കൊടുക്കാൻ കഴിവില്ലാത്തവർ. ഇങ്ങനെ അങ്ങോട്ട് പറയാൻ തുടങ്ങിയാൽ ലോകത്തിന് മുഴുവനും സ്ഥിതി ഇതാണ്. ലോകം ശോകഹതം ച സമസ്തം, ശങ്കരാചാര്യർ പറഞ്ഞതുപോലെ. അപ്പോൾ ഈ ലോകത്തിൽ ഏതെല്ലാം ദുഃഖിതന്മാരുണ്ടോ എല്ലാ ദുഃഖിതന്മാർക്കും ഭഗവാൻ ക്ഷേമം അരുളണേ എന്ന് വീണ്ടും വീണ്ടും നമ്മൾ പ്രാർത്ഥിക്കേണ്ട സമയമാണ് ഇത്. ഭാഗവതത്തിൽ നോക്കുമ്പോൾ മഹർഷിമാർ ഇങ്ങനെയാണ് ഭഗവാനോട് പ്രാർത്ഥിക്കാറ്. എന്ത്? വിശ്വം സമസ്തം ഭഗവൻ വിധേഹി ശം, ലോകത്തിലെല്ലാവർക്കും അവിടുന്ന് ക്ഷേമം അരുളണേ എന്ന് നമ്മളും വീണ്ടും വീണ്ടും ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ടതാണ് ഇത്. എന്റെ കാര്യം മാത്രം നോക്കണേ എന്ന് പ്രാർത്ഥിച്ചാൽ പോരാ. ഇക്കണ്ട സമസ്ത ജീവജാലങ്ങൾക്കും, മനുഷ്യർക്കും മൃഗങ്ങൾക്കും പക്ഷികൾക്കും സമസ്ത ജീവജാലങ്ങൾക്കും അവിടുന്ന് ക്ഷേമം അരുളണേ. എല്ലാവരെയും വേണ്ട പോലെ അനുഗ്രഹിക്കണേ. അവിടുത്തെ കരുണാമൃതം എല്ലായിടത്തും വർഷിച്ചുകൊണ്ടിരിക്കണേ എന്ന് വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം ഭഗവാന്റെ സന്തോഷത്തിനായി ഭഗവാന്റെ പാദത്തിൽ നമുക്ക് സമർപ്പിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. കാളിമഹേശ്വരി പാർവതി ശങ്കരി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. ഹരേ രാമ
രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ.